ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സ സാൻഡ്വിച്ചാണ്. ഈ സാൻഡ്വിച്ച് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി എനിക്ക് കമൻറ്റ് ചെയ്യണം. വളരെ നല്ല ഒരു സാൻഡ്വിച്ചാണ്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതൊക്കെ നിങ്ങൾ നോക്കി നിങ്ങൾ വീട്ടിൽ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. ഇതൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും ചെയ്യില്ലേ? ഓക്കെ, എന്നാൽ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിലേക്ക് പോകാം. നല്ലവണ്ണം കുഴച്ചെടുത്ത മാവിനെ അരമണിക്കൂർ നേരത്തേക്ക് ഒരു തുണിയെടുത്ത് മൂടി വെക്കുക. അതിനുശേഷം ഈ മാവ് വീണ്ടും കുഴച്ച് നല്ല ഫുട്ബോൾ മാതിരി ആക്കിയെടുക്കുക. ഇത് എത്രത്തോളം നന്നായി ഈ മാവ് കുഴച്ചെടുക്കുന്നോ അത്രയും നല്ല പിസ്സ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ മാവിനെ നല്ലവണ്ണം മാഷ് ചെയ്ത് നല്ല സോഫ്റ്റാക്കി എടുക്കുക. ഇതിനെ തൊട്ട് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അതിൻ്റെ മുകളിലേക്ക് തൊട്ട് ഒരു വിരൽ ഉപയോഗിച്ച് അമർത്തി കഴിഞ്ഞാൽ അത് താഴെ പോയിട്ട് വീണ്ടും അതേ പഴയ രൂപത്തിലേക്ക് വരും. അതാണ് ഇതിൻ്റെ പാകം. റെഡി? ഓക്കെ. മാവ് തയ്യാറാക്കിയതിന് ശേഷം നല്ലൊരു വലിയൊരു ബൗളിൽ എണ്ണ അപ്ലൈ ചെയ്യുക. ആ ബൗളിലേക്ക് മാവ് ഇറക്കി വെക്കുക. അതിനുശേഷം നല്ലവണ്ണം ആ മാവിൽ എണ്ണ തടവി ഒരു 3 മണിക്കൂർ നേരത്തേക്ക് മാവിനെ നല്ലവണ്ണം ടൈറ്റായിട്ട് വാമായി അടച്ചു വെക്കുക. ഈ മാവാണ് നമുക്ക് പിസ്സ സാൻഡ്വിച്ചിന് വേണ്ടി ഉപയോഗിക്കുന്നത്. മസാലകളും ഹൈ ഫ്ലെയിമിൽ വറുത്ത് കോരിയെടുക്കുക. തയ്യാറാക്കിയ പിസ്സ മസാല തണുക്കാൻ വേണ്ടി മാറ്റിവെക്കുക. ഒരു ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ വിരിച്ചതിന് ശേഷം എണ്ണ അപ്ലൈ ചെയ്യുക നല്ലവണ്ണം. അതിനുശേഷം മൈദമാവ് തൂവി അതിനെ എല്ലാ ഭാഗത്തും അതുപോലെ ചെയ്യുക. പിന്നീട് വേണ്ടത് നമുക്ക് പിസ്സ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള മാവ് എടുത്ത് നല്ല ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കുക. ഇത് നൈസായി പരത്തണം, കൂടുതൽ നൈസാവണ്ട, ഒരു മീഡിയം സൈസിൽ എടുത്ത് പരത്തി ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക.
അതിനുശേഷം വേണ്ടത്